എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരായിരം നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ഉറ്റചങ്ക നമ്മുടെ സൺലേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് വന്നതാണ്. സണ്ണിൽ പറഞ്ഞ നമുക്ക് പട്ടണത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും മേടിക്കാൻ എന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും അദ്ദേഹത്തോട് കൂടുതൽ ചോദിച്ചിട്ട് നമുക്ക് നേരെ ഷോപ്പിങ്ങിലോട്ട്. അപ്പോൾ ഇന്ന് തന്നെ പരിപാടി നമ്മൾ ഷോപ്പിങ്ങിന് പോകല്ലേ, ചെറിയൊരു ഷോപ്പിംഗ്. അതായത് നമ്മൾക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ചുമ്മാ കുറച്ച് സമയം ഒരു കറങ്ങിത്തിരിഞ്ഞ് അല്ലേ, അതെ, ഒന്ന് ചെറിയ ബ്യൂട്ടിഫുൾ ഡേ, അല്ല കിടുക്കൻ ഡേ ആണ്. അതുകൂടാതെ നിങ്ങൾ പുതിയ വണ്ടി എടുത്തെന്ന് ഞാൻ അറിഞ്ഞു. പുതിയ വണ്ടി നിങ്ങൾ ടെസ്ല പുതിയ മേടിച്ചു, സെക്കൻഡ് ഹാൻഡ് ആണ് എങ്കിലും നിങ്ങൾക്ക് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ പുതിയതാണല്ലോ. വണ്ടി പുതിയതാണല്ലോ. അതിപ്പോൾ നമുക്ക് ഏതായാലും ഈത്തലങ്ങ് പോയാലോ. കാരണം ടെസ്ല ഞാൻ ഒരു പ്രാവശ്യം കണ്ട് കയറിയിട്ടുള്ളൂ. വണ്ടിയുടെ നമുക്ക് എല്ലാം നോക്കി അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഭാഗ്യമുണ്ടാവട്ടെ. അതെ അതെ, നല്ല കിടക്കുന്ന ഒരു വണ്ടി അല്ലേ. അല്ല എനിക്ക് ചുമല കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ പിള്ളേരെല്ലാം ഇച്ചിരി അധോഗതിയാണ്, എന്നാലും നമുക്ക് കളർ ഇഷ്ടമാണ്. കളർ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്, ചുമന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് നേരെ പോലെ നിമ്മിയില്ല, പിള്ളേരെല്ലാം അവരെല്ലാം സ്കൂളിലെല്ലാം പോയി. സ്വാതന്ത്ര്യം, അതെ സ്വാതന്ത്ര്യം, നമ്മുടെ സ്വാതന്ത്ര്യം. ഇപ്പൊ ഞാനും ഒറ്റയ്ക്കേ ഉള്ളൂ, സണ്ണി ഒറ്റയ്ക്കുള്ളൂ. അപ്പൊ നേരെ നമുക്ക് ടെസ്ലയിലൂടെ അല്ലേ, അല്ല ടെസ്ലയിൽ കയറി ചാർജ്. ഓക്കെ, ലെറ്റ്സ് ഗോ. എൻ്റെ വണ്ടിയുടെ കളർ വേറെ ഇച്ചിരി ഡാർക്ക് ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് നല്ല കിടുവ കളറാണ്. അതെ ഇടുക കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്നാണ്. ഒട്ടും ഒച്ച ചെയ്തല്ലേ, ഒച്ചയില്ല, വരുന്ന അറിയില്ല, അറിയില്ല. ഞാൻ എൻ്റെ പുറകെ നിൽക്കിയത്. അതിലും വിട്ടാലോ, പോയേക്കാം. ഓക്കെ, ഈ വണ്ടി ഇതൊക്കെ പറഞ്ഞാൽ എങ്ങനെയുണ്ട്? വണ്ടി എടുത്തിട്ട് വണ്ടി നല്ല വണ്ടിയാണ്, പ്രത്യേകിച്ച് ഈ സമയത്ത് പെട്രോൾ അടിക്കണ്ട. നമ്മളൊരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് 390 കിലോമീറ്റർ ഫുള്ള് ചാർജ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ദൂരോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ചാർജിങ് പോർട്ട് ഇവിടെ ആപ്പിലൊക്കെ അറിയായിരിക്കും അല്ലേ? ഇതിപ്പോ ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ട്, അത് കാണിക്കും. എവിടെ ചാർജിങ് സ്റ്റേഷൻ എല്ലാം ഉള്ളത് അല്ലേ? ഓക്കെ, അവിടെ പോയി ചാർജ്. ഞാൻ ടെസ്ല കയറി എങ്ങനെ വെച്ചാൽ നമ്മള് ഞാൻ ഇന്നാള് പേർത്തിന് പോയില്ല ആദ്യത്തെ പ്രാവശ്യം. അപ്പം പോയപ്പോ നമ്മുടെ ഒരു പുള്ളിയുടെ ടെസ്ല കയറിയായിരുന്നു. പിന്നെ ഞാൻ കയറിയിട്ടില്ല. പക്ഷെ സംഭവം സൂപ്പർ അല്ലേ, അടിപൊളി വണ്ടിയാ, എടുക്കണ നല്ല സ്മൂത്ത് ആണ് സംഭവം, ഭയങ്കര സ്മൂത്താണ്, നല്ല പവറാണ്. അത്യാവശ്യം നമുക്ക് നല്ലോണം ഓടാം. അത്യാവശ്യം 4 പേർക്ക് 5 പേർക്ക് ഇരിക്കാം, 4 പേരാണെങ്കിൽ കംഫർട്ട് ആണെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് പിന്നെ കൊച്ചിന്റെ സീറ്റും കൂടെ വെക്കുന്നോണ്ട് ചെക്കന്മാർക്കും കൂടെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ ടെസ്ല സ്റ്റാർട്ട് സ്റ്റോൺ വലിയ സ്ക്രീനും കാര്യങ്ങളും അല്ലേ, നമ്മുടെ റൂഫും സൺ റൂഫും പനോരമിക് റൂഫും അതിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ. ഇടൂ, അത് തന്നെ നല്ലൊരു ദിവസവും കൂടെയാണ്, നമുക്ക് പറ്റിയ ദിവസമാണ്. 15 ഡിഗ്രി അല്ലേ, പക്ഷെ തെളിഞ്ഞിട്ടുണ്ട്. അതല്ലേ, അപ്പൊ നമുക്ക് വലിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല, കാറ്റില്ലാത്തോണ്ട്. നിങ്ങളെ എവിടെ ചെന്നാൽ ഈ വണ്ടി സാധാരണ ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് കള്ള് കുടിച്ചില്ല കൈ കുറയ്ക്കും. നിങ്ങൾ ഈ വണ്ടി ഓടിച്ചില്ല നിങ്ങൾ കൈ കുറയ്ക്കും അല്ലേ? എനിക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കണേ ഇഷ്ടം. സാധാരണ ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് രാവിലെ ഒന്നും കഴിച്ചില്ലേ ചിലപ്പോൾ കൈ കുറയ്ക്കും, പിന്നെ കള്ള് കുടിച്ചില്ല ചില ആൾക്കാർ കൈ കുറയ്ക്കും എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് എവിടെ ചെന്നാലും വണ്ടി ഓടിച്ചില്ലേ കൈ കുറയ്ക്കും അല്ലേ? വണ്ടി ഓടിച്ചില്ല ഒരു ബുദ്ധിമുട്ടാണ്. സാധാരണ ഞാൻ കണ്ടേക്കുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ ഒരു വണ്ടി ഓടിക്കാൻ ആരെങ്കിലും കൊടുക്കുന്ന കണ്ടേക്കുന്നത് മടുത്തു എന്നല്ല. പക്ഷെ നിങ്ങൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എനർജി അറിയില്ല. എനിക്ക് ഇതുവരെ വണ്ടി ഓടിച്ച് മടുത്തിട്ട്. നമ്മുടെ ഓസ്ട്രേലിയൻ ട്രിപ്പ് പോയപ്പോഴാണേലും എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും പകുതി കൂടുതൽ ഓടിച്ചത്. പല ട്രിപ്പുകൾ പോയിട്ട് നിങ്ങളാണ് കൂടുതൽ ഓടിച്ചത്. നമ്മൾ കുറച്ചു നേരത്തെ ഓടുന്ന ശേഷം നമ്മുടെ ഓസ്ട്രേലിയ തന്നെ ഏറ്റവും വലിയ അല്ലേ, സദർൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ്. വെൽക്കം ടു ചാർജ് സെന്റർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടാണ് സാധാരണ ആൾക്കാർക്ക് ഒരുമാതിരി ചുമ്മാ ഷോപ്പിങ്ങിനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വരും അല്ലേ. ഇൻഡസ്ട്രിയിട്ട് ഒക്കെ വരുന്നുണ്ട് ആണല്ലേ. പിന്നെ ഈ അഡ്ലൈഡിൽ നിന്നൊക്കെ ഇവിടെ ക്രിസ്മസ് ഷോപ്പിങ്ങിന് ആൾക്കാർ വരാറുണ്ട്. ആരാ ആൾക്കാർ വരുന്നുണ്ടല്ലേ? കാരണം ഇത്രയും കാർ പാർക്കിങ്ങും അല്ലേ എല്ലാം. ഇപ്പത്തെ കാർ പാർക്ക് 2059, അതിന്റെ മുകളിൽ 485, ഇങ്ങോട്ടുണ്ട് കുറെ കാർ പാർക്കിംഗ്, അങ്ങോട്ടെല്ലാം ഉണ്ട്. ഇത് ഒരിടത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടുപോയത് തുടങ്ങി. നാളെ നമ്മൾ കയറിയിട്ടേ നമ്പറൊക്കെ നോക്കി വെച്ചില്ലേ തിരിച്ചു വരുമ്പോഴത്തേക്ക് പണി. അതായത് നമുക്ക് അകത്തോട്ട് കയറി ചുമ്മാ അലഞ്ഞു തിരിഞ്ഞ് നടക്കാം അല്ലെ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കണം. ഇതൊരു വെറും വീഡിയോ ആണ്, ഏതാ ഒരു ചുമ്മാ വീഡിയോ. എത്ര നേരം തടഞ്ഞിട്ട് ഒരു പാർക്കിംഗ് കിട്ടിയല്ലേ? സത്യം, ഇത്രയും ചുറ്റും ആദ്യമായിട്ട് പാർക്കിങ്ങിന് വേണ്ടി. അല്ല ഇത് എവിടെ ഇട്ടേക്കണം നമ്മൾ? P3 അത് നോക്കണം, അത് നോക്കി വെച്ചാൽ കേട്ടോ. അത് നോക്കി വെച്ചാൽ നമ്മൾ തിരിച്ച് P3 ആണേ, P3 ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നോക്കി തിരിച്ചു വരുമ്പോഴേക്ക് പണി കിട്ടും. കാരണം ഇത് എവിടെയാണെന്ന് അറിയാതെ പലയിടത്തും ചുറ്റിക്കറങ്ങേണ്ടി വരും.
അപ്പോൾ നമുക്ക് അതോട്ട് കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയാലോ? എന്തെങ്കിലുമൊക്കെ നോക്കാം. നമുക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടോ? എനിക്ക് സൂപ്പർ ഡ്രൈ എന്ന് പറഞ്ഞ സ്റ്റോറില്ല, അവിടെയൊക്കെ ഒന്ന് പോകണം. അവിടെ ഈ ഓവർ ഷർട്ടൊക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ട്, നോക്കാം. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ചാർട്ട് ഷോഡ് വന്നേക്കാണ് അല്ലേ? നേരത്തെ ഞാൻ ഇതുവട്ടം വന്നിട്ടില്ല ഇവിടെ. നമ്മളെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അധികം നമ്മളൊക്കെ പോകാറില്ലല്ലോ. നമ്മൾ ഏറ്റവും കൂടുതലാണ് വോണ്ടായി പ്ലാസ. നമ്മൾ വോണ്ടായി പ്ലാസ ഏറ്റവും വലുത് കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും ചാർട്ട് ഷോണി വന്നു, നമ്മൾ ചെറിയ ഷോപ്പിംഗ് നടത്തണം. വലിയ തിരക്കില്ല അല്ലേ? നമ്മൾ ഈ സൺഗ്ലാസ് ഹട്ടിൽ ഇന്നാൾ കയറുന്ന എനിക്ക് തോന്നുന്നത് ആയിരിക്കും. ഇതുവഴിയൊക്കെ നടന്നായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. എല്ലാം ഒരുപാടൊക്കെ ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? എല്ലാം കഴിക്കാൻ വേണ്ടേ? കഴിക്കണം. അത് നമുക്ക് ആ സൂപ്പർ ഡ്രൈ ഒക്കെ എവിടെ നിന്ന് നോക്കാം. ആയിക്കോട്ടെ. അവിടെ വലിയ ഷോപ്പിങ്ങിനൊക്കെ വരികയെന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം മേടിച്ചല്ലോ നിങ്ങൾ? ദാരിദ്ര്യമാണോ? പണക്കാരിറങ്ങുന്ന സമയമൊക്കെ എന്ന് പറഞ്ഞിട്ടേ അത് നോക്കാമല്ലേ? ഏതായാലും നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഇനി എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ? ഈ സൈഡിൽ വന്നപ്പോൾ ഇച്ചിരി കോയറ്റാ അല്ലേ? വില കൂടി ഇച്ചിരി കോയറ്റാണ്. അപ്പുറത്തൊക്കെ നല്ല സാറേ ഇത് നിമ്മിക്ക് കൊടുക്കാൻ പറ്റിയ ജ്വല്ലറി വല്ലതും വേണം മേടിച്ചു കേട്ടോ. ഈ ജ്വല്ലറി എന്നാ മേടിക്കുന്നത്? ഇത് ഭയങ്കര ജ്വല്ലറി ഒക്കെ ആണല്ലോ സാറേ? ഇത് കോടാനുകോടിയുടെ സ്വർണ്ണമൊക്കെ ആണല്ലോ ഇരിക്കുന്നത്. ഇതുകൊണ്ട് പോകണോ? അതെ, കോടാനുകോടിയുടെ സ്വർണവും രത്നങ്ങളും വൈരവും എല്ലാം ഇരിക്കുന്നല്ലേ? നിങ്ങളൊരു ഇതിന് പ്ലാറ്റിനോ അങ്ങനെ എന്തൊരു സാധനമാണ് ആണല്ലേ? നിങ്ങൾ കൊടീശ്വരമായി ഇടുന്ന സാധനം അത് മേടിച്ചിട്ട് പോയേക്കാം. മണം ചുമ്മാ നിങ്ങളുടെ വീട്ടിൽ കയറിയാൽ നല്ല മണം. അതിൻ്റെ സ്റ്റോറാണ് അല്ലേ? അപ്പോൾ അത് വാങ്ങിക്കാനുള്ളൊരു പരിപാടിയായിരുന്നു. വാങ്ങിച്ചല്ലേ? ഇത് അതും മതി വീട്ടിൽ. അങ്ങനെയുള്ള ഓർഡർ മാറ്റാനുള്ള അല്ല സ്പ്രേ ഒക്കെ ഉണ്ടോ അല്ലേ? റൂം സ്പ്രേ അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സാധനം എല്ലാം കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഐറ്റംസും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ, നല്ല മണമുണ്ട്. കൊള്ളാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ മേടിച്ചേക്കാണല്ലേ? ഫുഡ് മേടിച്ചതിന് ഡംപ്ലിംഗ് അല്ലേ? ഡംപ്ലിങ് പിന്നെ ഒരു ചൈനീസ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഹണി ചിക്കൻ, ഇത് തന്നെ മംഗോളിയൻ ബീഫ്, പിന്നെ ഫ്രൈഡ് റൈസ്. കൊള്ളാൻ തോന്നല്ലേ? ഫുഡ് കോർട്ടൊക്കെ അത്യാവശ്യം തിരക്കാം അല്ലേ? ഫുഡ് കോർട്ടിൽ നല്ല തിരക്കാം. വലിയ കുഴപ്പമില്ലാത്ത ഫുഡാണ് തോന്നുന്നത്. കണ്ടിട്ട് നല്ല രസമുണ്ട്. കാരണം ഫ്രഷ് ഉണ്ടാക്കി തരുന്നുണ്ട്. ഓക്കെ, എന്നാൽ കഴിച്ചേക്കാം. അവസാനം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത്രയും മേടിക്കാനാണ് ഇവിടം വരെ വന്നത്. ഇതൊക്കെ മേടിക്കണമല്ലോ. അതെ. അപ്പോഴേ ഷോയിബായിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി തപ്പി പിടിക്കാനായിരുന്നു പാട്. പക്ഷേ വണ്ടി കറക്റ്റ് നമ്മൾ വന്ന് ഇറങ്ങി എന്നുള്ളതാണ് അല്ലേ? നമ്മുടെ വണ്ടി കുട്ടപ്പനായിട്ട് ഇവിടെ കിടക്കുന്നു. ഇപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ അവൻ ഓക്കെ എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ. ഇനി നമുക്ക് ഇച്ചിരി ഇന്ത്യൻ സാധനമൊക്കെ മേടിക്കണം. ഓക്കെ, പോയാലോ? സാറേ, അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചു. സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാ സാധനവും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ തന്നെ വണ്ടി മുഴുവൻ നശിച്ചല്ലോ. വണ്ടി മഴ കാരണം മൊത്തം ചെടിയായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി കഴിയാലോ? വണ്ടിയൊന്നും കഴിയിട്ട് നേരെ വണ്ടി കഴിയും. വേണം വണ്ടി തന്നെ പറഞ്ഞത് കഴുകാൻ പറഞ്ഞല്ലേ? കഴുകടാന്ന് പറഞ്ഞത് മാത്രമല്ല, വേറെ ബാക്കിയൊന്നും പറയണ്ട. അപ്പോൾ നേരെ വണ്ടി കഴിയേക്കാം. ഇതാണല്ലോ സാറേ? ഭയങ്കര സൗണ്ടോ? പ്ലെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കണക്കല്ലേ? ഭയങ്കര അവന് കറക്റ്റ് ഇനി ആ സ്ഥലത്ത് നിർത്തണം. അപ്പം കറക്റ്റ് വാഷ് കഴിക്കുള്ളൂ അല്ലേ? ഇനിയിപ്പോൾ ആയിക്കോളും. വണ്ടി ഓഫ് ചെയ്തിട്ടാൽ മതി അല്ലേ? പാർക്കിലിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ വണ്ടി ഇങ്ങനെ ഓട്ടോമാറ്റിക് കഴിയിട്ട് ചില സമയത്ത് നീറ്റാകുകയല്ല. നമ്മൾ കൈകൊണ്ട് നമ്മൾ എല്ലായിടത്തും മറ്റേ ബ്രഷൊക്കെ ഇട്ട് നന്നായി ക്ലീൻ ആക്കുമല്ലോ. ഇത് പിന്നെ നമ്മളെപ്പോലെ മടിയന്മാർക്കല്ല. അതെ, സാധനം പോകുന്ന മെഷീൻ പോകുന്നുണ്ട് മോളിൽ കൂടെ കേട്ടോ. എനിക്കത് ഇത് ഡ്രൈ ചെയ്യാത്തതല്ലേ? ഡ്രൈ ചെയ്യാൻ വെള്ളമൊക്കെ നല്ല കിടുക്കാനായിട്ട് കഴുകി കിടുവാക്കിയിട്ടുണ്ട് സംഭവം. അതായത് നല്ല ഇത് ഗ്ലാസ്സൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം ക്ലീൻ ആവും. ഒന്ന് നമുക്ക് പെട്ടെന്ന് മടിയന്മാർക്കല്ലേ നമ്മളെപ്പോലെ ശരീരം. വണ്ടിയൊക്കെ കഴുകി ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഇപ്പോഴും നമുക്ക് വണ്ടിയുടെ കാണാം. ഒരുമാതിരി നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, വണ്ടി നല്ല അത്യാവശ്യം നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. വണ്ടി ഉണ്ടോ നല്ല കിടുക്കിനായിട്ട് കഴിയിട്ടുണ്ട് അല്ലേ? $22 മുടക്കി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ മടിയന്മാർക്ക് പറ്റിയ രീതിയിലുള്ള കഴിപ്പ്.
അങ്ങനെ സെറ്റായിട്ടുണ്ട് അല്ലേ. പിന്നെ നിങ്ങളൊരു എന്തെങ്കിലും സാധനം മേടിച്ച് കഴിഞ്ഞാൽ മറന്നു പോകുന്നത് ആ ഡൂട്ട് പറഞ്ഞ എൻ്റെ സാധനമൊക്കെ ഇങ്ങോട്ട് കുറച്ച് സാധനമൊക്കെ നിങ്ങളുടെ സാധനമാണെന്ന് പറഞ്ഞാൽ നോക്കേ ഇതൊക്കെ മേടിച്ച് നോക്കട്ടെ. കുറച്ച് ഏതാണ്ട് ഐറ്റംസ് ഒക്കെ അവിടെ ഷോപ്പിംഗ് സെന്ററിൽ പോയി മേടിച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ് ഇതൊക്കെ മേടിക്കാൻ പഴംപൊരി സ്പ്രേയും അതും പഴംപൊരി മേടിച്ചിട്ടുണ്ട്. ഫ്രീസർ വെക്കണ്ടേ? പഴംപൊരി നിങ്ങൾ മേടിച്ചല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വന്നതിന് വളരെ സന്തോഷം കേട്ടോ. ആയിക്കോട്ടെ, താങ്ക് യു സോ മച്ച്. നമുക്ക് പോവാ അപ്പോൾ നിങ്ങൾ നാളെ പോകുന്നുള്ളൂ. ഇറങ്ങി വിട്ടു. അതെ വണ്ടി വിടുക. ചെറിയൊരു വീഡിയോ അല്ല സാറേ, ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതെ ഷെയറോ കമന്റോ എന്തെങ്കിലുമൊക്കെ ചെയ്തു. അപ്പോൾ അടുത്ത കുഞ്ഞൊരു പീക്കിരി വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.